ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ കോമ്പാക്ഷനെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് കോമ്പാക്ഷൻ? അതുപോലെ തന്നെ കോമ്പാക്ഷൻ കർവിനെ കുറിച്ച് പറഞ്ഞു. അതിനുള്ള കുറച്ച് ഡെഫിനേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്താണ്? സീറോ എയർ വോയിഡ് ലൈൻ എന്താണ്? ലൈൻ ഓഫ് ഒപ്റ്റിമംസ് എന്താണ്? അതുപോലെ തന്നെ കോമ്പാക്ഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമ്പാക്ഷൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് കോമ്പാക്ഷൻ? നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? കോമ്പാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് it is the densification by mechanical means. എങ്ങനെയാണ് ആ ഡെൻസിഫിക്കേഷൻ സാധ്യമാവുന്നത്? ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ റിഡക്ഷൻ ഇൻ എയർ വോയിഡ്സ് വിത്ത് ലിറ്റിൽ ഓർ നോ റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടന്റ്. ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോമ്പാക്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് വിച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഈസ് അച്ചീവ്ഡ്. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്ന മോയ്സ്ചർ കണ്ടന്റ് ആണെന്ത്? ഒരു പ്രത്യേക കോമ്പാക്റ്റീവ് എഫേർട്ടിൽ ഒരു മോയ്സ്ചർ കണ്ടന്റിൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യും. അപ്പോൾ ആ വാട്ടർ കണ്ടന്റിന് എന്ന് പറയുന്നത് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ. കോമ്പാക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് വാട്ടർ കണ്ടന്റ് ഓഫ് ദി സോയിൽ. വാട്ടർ കണ്ടന്റ് ഓഫ് ദി സോയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കോമ്പാക്ഷൻ കർവിൽ കണ്ടിട്ടുണ്ട്. കോമ്പാക്ഷൻ കർവിൽ OMC എത്തുന്നത് വരെ എന്താണ് സംഭവിക്കുന്നത്? ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദി സോയിൽ ഈസ് ഇൻക്രീസിങ്. ആഫ്റ്റർ OMC എന്താണ്? ഡ്രൈ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. OMC വരെ എന്താണ്? കോമ്പാക്ഷൻ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? കോമ്പാക്ഷൻ കുറയാണ് സംഭവിക്കുന്നത്. ഇനി എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ. എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കൂടുതലായിട്ട് കോമ്പാക്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ കോമ്പാക്ഷൻ സംഭവിക്കും. കുറവാണ് കോമ്പാക്ഷൻ, കുറവ് എമൗണ്ടാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കോമ്പാക്ഷനെ സംഭവിക്കുന്നുള്ളൂ. ദ ടൈപ്പ് ഓഫ് സോയിൽ ബീങ് കോമ്പാക്റ്റഡ്. ഏത് ടൈപ്പ് സോയിലാണ്? നമ്മൾ ഒരേ കോമ്പാക്റ്റീവ് എഫേർട്ടിൽ ഡിഫറെൻറ്റ് സോയിൽസിൽ സെയിം കോമ്പാക്ഷൻ ആവില്ല സംഭവിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ക്ലേയിലാണെങ്കിലും അല്ലെങ്കിൽ സാൻഡിലാണെങ്കിലും സാൻഡ് കൂടുതലായിട്ട് കോമ്പാക്റ്റ് ആവും, ക്ലേ ആണെങ്കിൽ കുറച്ചേ കോമ്പാക്റ്റഡ് ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയിം കോമ്പാക്റ്റീവ് എഫേർട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്പ് സോയിൽസിൽ ഡിഫറെൻറ്റ് കോമ്പാക്ഷനാണ് സംഭവിക്കുന്നുണ്ടാവുക. The amount of compactive energy used. മാക്സിമം എനർജി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കോമ്പാക്ഷൻ സാധ്യമാകും. മെത്തേഡ് ഓഫ് കോമ്പാക്ഷൻ. ഡിഫറെൻറ്റ് കോമ്പാക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഓരോ മെത്തേഡിനും ഓരോ കോമ്പാക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുക? റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. തിക്നെസ് ഓഫ് ലെയർ, സാച്ചുറേഷൻ ലൈൻ, അഡ്മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ കോമ്പാക്ഷൻ കൂട്ടാൻ പറ്റുന്നുണ്ട്. സ്റ്റോൺ കണ്ടൻറ്റ് കൂടിയാൽ നമ്മൾ കോമ്പാക്ഷൻ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഒരു 4 ടെസ്റ്റുകൾ പഠിക്കാനുണ്ട്. ഏകദേശം എല്ലാം സെയിം ആണ്.
ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. അതിനുള്ള എക്യുപ്മെൻ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് മോൾഡ് വരുന്നത്. ഇതതിൻ്റെ ഹാമറാണ്. അപ്പോൾ നമുക്ക് സോയിൽ സാമ്പിൾ ഉണ്ടാക്കാനുള്ള മോൾഡ് ശ്രദ്ധിക്കാം. അതിനൊരു കോളറുണ്ട്, താഴെയുള്ളൊരു മോൾഡ് ഉണ്ട്. കോളറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 114 mm ആണ്. അതുപോലെ തന്നെ മോൾഡിൻ്റെ ഇന്നർ ഡയമീറ്റർ 101.6 മീറ്ററും അതിൻ്റെ ഹൈറ്റ് വരുന്നത് 1116.4 mm. ഇനി നമ്മൾ ഹാമർ ശ്രദ്ധിക്കാം. ഹാമറിൻ്റെ ഡയമീറ്റർ വരുന്നത് 50.8 mm ആണ്. അതിൻ്റെ ഹൈറ്റ് വരുന്നത് 305 mm ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഓർത്ത് വെക്കുക, സാധാരണ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്. ദ സോയിൽ ഈസ് മിക്സ്ഡ് വിത്ത് വേരിയിങ് എമൗണ്ട് ഓഫ് വാട്ടർ. നമ്മൾ എല്ലാ കോമ്പാക്ഷൻ ടെസ്റ്റും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിഫറെൻറ്റ് സോയിൽ സാമ്പിൾസ് അറ്റ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് സോയിൽ സാമ്പിൾസ് അറ്റ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. സോയിൽ സാമ്പിൾസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓരോ ടെസ്റ്റിനും വ്യത്യാസപ്പെടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കോമ്പാക്ഷൻ ഡിഫറെൻറ്റ് സോയിൽ സാമ്പിൾസ് അറ്റ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ച് കോമ്പാക്ഷൻ കർവ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിക്കുക. ഇതാണ് കോമ്പാക്ഷൻ ടെസ്റ്റിൽ, എല്ലാ കോമ്പാക്ഷൻ ടെസ്റ്റിലും നമ്മൾ സാധാരണ ചെയ്യാറ്. നോക്കുക, സോയിൽ ഈസ് മിക്സ്ഡ് വിത്ത് വേരിയിങ് എമൗണ്ട് ഓഫ് വാട്ടർ ടു അച്ചീവ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്സ്. Several samples of the same soil but at different water contents are compacted according to the compaction test specification. ഇപ്പോൾ നമ്മൾ കുറേ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ടാക്കും സെയിം സോയിലിൻ്റെ, ബട്ട് അറ്റ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്സ്. എന്തിനാണ് നമ്മൾ ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്സിന് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടെത്താനാണ്. എന്നിട്ട് നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടെത്തും. എന്നിട്ട് വാട്ടർ കണ്ടൻറ്റ് കറസ്പോണ്ടിങ് ടു ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമ്മൾ കോമ്പാക്ഷൻ കർവ് വരയ്ക്കും. എന്നിട്ട് OMC കണ്ടെത്തും, മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടെത്തും. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, നമ്മൾ മോൾഡിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അതിൻ്റെ എങ്ങനെയാണ് സാമ്പിൾ ഉണ്ടാക്കുന്ന സ്പെസിഫിക്കേഷൻ. നമ്മൾ 25 ബ്ലോസ് കൊടുക്കുന്നുണ്ട് സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ മോൾഡിൽ. ഹാമർ ഡ്രോപ്പ് ചെയ്യുന്നത് ഹൈറ്റ് 305 mm ആണ്. അപ്പോൾ 25 ബ്ലോസ് 305 mm. ഒരു 3 ലെയറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാം. കോമ്പാക്ഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ ഇക്വേഷൻ നോക്കാം. എല്ലാ ടെസ്റ്റിനും ഈ സെയിം ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോമ്പാക്ഷൻ ടെസ്റ്റിൽ കോമ്പാക്ഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോസ് പെർ ലെയർ. ഇവിടെ എത്ര ലെയറാണ്, നമ്പർ ഓഫ് ബ്ലോസ് എത്രയാണ് പെർ ലെയറിൽ 25 ബ്ലോസ് ആണ്. എത്ര ലെയറാണെന്ന് ചോദിച്ചാൽ 3 ലെയേഴ്സാണ്. നമ്പർ ഓഫ് ലെയേഴ്സ്, വെയിറ്റ് ഓഫ് ഹാമർ, വെയിറ്റ് ഓഫ് ഡ്രോപ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് മോൾഡ്. ഇത്രയാണ് എന്ത് വരുന്നത്, കോമ്പാക്ഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം വരുന്നത്. ഇനി സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് എങ്ങനെ ഡ്രൈ വെയിറ്റ് കണ്ടെത്താമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ വാട്ടർ കണ്ടൻറ്റിലെയും കോമ്പാക്ട് ചെയ്ത സാമ്പിളുണ്ട്, ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ട്. ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻറ്റ്സിൽ കോമ്പാക്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അറിയാം, വാട്ടർ കണ്ടൻറ്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടെത്താൻ കഴിയും ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ഗാമ ബൈ 1 + W. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ കണ്ടൻറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കും. നമ്മളതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ദിസ് കോമ്പാക്ഷൻ കർവ്. എന്നിട്ട്
അതിൽ മാക്സിമം വരുന്ന ഡ്രൈ യൂണിറ്റ് വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻ്റ് ആണെന്നത് ഇറ്റ് ഈസ് OMC, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി ആണെന്ത് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും കണ്ടുപിടിക്കുകയാണെന്ത് നമ്മൾ കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. ഇത് പ്രോക്ടർ ടെസ്റ്റിൽ നിന്ന് മോഡിഫൈ ചെയ്തതാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് വേൾഡ് വാർ II. സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്പ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയറിംഗ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ എ ബെറ്റർ റിപ്രസെൻറ്റേഷൻ ഓഫ് കോമ്പാക്ഷൻ റിക്വയർഡ് ഫോർ എയർഫീൽഡ് ടു സപ്പോർട്ട് ഹെവി എയർക്രാഫ്റ്റ്. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ് ഒരു ലൈറ്റ് കോമ്പാക്റ്റ് എഫേർട്ടിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെവി ആയിട്ടുള്ള കോമ്പാക്ഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ഡെവലപ്ഡ് ബൈ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഡ്യൂറിങ് വേൾഡ് വാർ II. ഇനി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. പ്രൊസീജിയർ എന്നാണ് നിങ്ങൾ ഓർത്ത് വെക്കാം. നമ്മൾ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്, നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്. സാമ്പിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം സോയിലിൽ നിന്ന് ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ടാക്കും. ഓരോ സാമ്പിൾസിനും ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും. എന്നിട്ട് ആ വാട്ടർ കണ്ടൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരക്കും. ആ ഗ്രാഫിന് പറയുന്ന പേരെന്താണ് ഇറ്റ് ഈസ് കോമ്പാക്ഷൻ കർവ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ വരുന്ന ഡ്രൈ യൂണിറ്റ് വെയിറ്റും. എന്നിട്ട് നമ്മൾ കണ്ടെത്തുന്നത് OMC, ദാറ്റ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ്. ദെൻ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. അപ്പോൾ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിൽ വ്യത്യാസങ്ങൾ ഇത്രയേ ഉള്ളൂ. സോയിൽ കോമ്പാക്റ്റ് ഇൻ 5 layers. പക്ഷേ നമ്മൾ മറ്റേ സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ എത്ര ലേയേഴ്സ് ആയിട്ടായിരുന്നു നമ്മൾ കോമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇറ്റ് ഈസ് ഇൻ 3 layers. ഹാമ്പറിൻ്റെ വെയിറ്റ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 2.5 കിലോഗ്രാം ആയിരുന്നു. ഇത് 4.54 കിലോഗ്രാം ആണ്. ഇനി ഡ്രോപ്പ് ചെയ്യുന്നത് 305 mm ആയിരുന്നു. ഇത് 45.72 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 457.2 millimeter ആണ് വരുന്നത്. ദെൻ എമൗണ്ട് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ കമ്പാരിസൺ ഗ്രാഫാണ്. മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിൽ കോമ്പാക്ഷൻ എഫേർട്ട് എന്താണ് കൂടുതലാണ്. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കൂടുതലായിട്ട് കിട്ടും, OMC കുറവായിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു റിലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റിൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്താണ് കുറവാണ്, പക്ഷേ OMC എന്താണ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ഡിഫറൻസ് ആണ് കമ്പാരിസൺ. മോൾഡ് സൈസ് രണ്ടിൻ്റെ സെയിം ആണ്. 43.3 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. ഡ്രോപ്പ് ഹാമ്പറിൻ്റെ ഹൈറ്റ് വരുന്നത് ഇവിടെ വരുന്നത് 304.8 mm ആണ്. ഇത് 457.2 mm ആണ് ഹൈറ്റ് വരുന്നത്. അതിൽ ഹാമറിൻ്റെ വെയിറ്റ് വരുന്നത് 24.4 ന്യൂട്ടൺ ആണ്. ഇത് 44.5 ന്യൂട്ടൺ ആണ്. നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത് 3 ലേയേഴ്സിലാണ്, ഇത് 5 ലേയേഴ്സിലാണ്. ഓരോ ലെയറിലും കൊടുക്കുന്നത് 25 ബ്ലോസ് ആണ്. മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റിലും 25 ബ്ലോസ് ആണ്. എനർജി വരുന്നത് പെർ യൂണിറ്റ് വോളിയം 591.3 kN/m³ ആണ്, മീറ്റർ/m³ ആണ്. ഇതിൽ വരുന്ന 2696 kN/m³ ആണ് എന്ത് വരുന്നത് എനർജി വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക, ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളാണ് നെക്സ്റ്റ് പറയുന്നത്.
ഫസ്റ്റ് വൺ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോമ്പാക്ഷൻ ടെസ്റ്റുകളും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്, വ്യത്യാസം അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, മോൾഡ് സ്പെസിഫിക്കേഷൻ ഇതാണ്. 1000 cm³ ആണെന്ന് മോൾഡിൻ്റെ വോളിയം വരുന്നത്. ലൈറ്റ് കോമ്പാക്ഷനിൽ നമ്പർ ഓഫ് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സ് ആണ്. ഓരോ ലെയറിലും 25 ബ്ലോസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന റാമർ അല്ലെങ്കിൽ ഹാമറിൻ്റെ, ഡ്രോപ്പ് ഹാമറിൻ്റെ വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2.6 kg ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 310 mm ആണ്. ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം സെയിം ആണ്, സ്പെസിഫിക്കേഷൻ മാത്രമേ എന്തേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. It was found that in a heavy compaction test, it was found that light compaction test, that is standard test, could not reproduce the density measured in the field under heavier loading condition. Heavier loading conditions എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ലൈറ്റ് കോമ്പാക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. And this led to the development of heavy compaction test, modified test ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത് ചെയ്തത്, ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റിൽ നമ്മൾ നയിച്ചത്. The equipment and procedure are essentially the same. എക്യുപ്മെൻറ്റും പ്രൊസീജിയറും എല്ലാം സെയിം ആണ്. എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മോൾഡ് 1000 cm³ മോൾഡാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ്. ലൈറ്റ് കോമ്പാക്ഷനിൽ 3 ലെയറാണ്, ഇവിടെ 5 ലെയറാണ്. 25 ബ്ലോസ് ആണ്, ഇവിടെയും 25 ബ്ലോസ് തന്നെയാണ്. പക്ഷേ റാമറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കോമ്പാക്ഷൻ കൊടുക്കുന്ന, സാമ്പിൾ ഉണ്ടാക്കുന്ന ഡ്രോപ്പ് ഹാമറിൻ്റെ വെയ്റ്റ് 4.9 kg ആണ്. ഹെവി കോമ്പാക്ഷനിൽ, ലൈറ്റ് കോമ്പാക്ഷനിൽ നമ്മൾ 2.6 kg ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈറ്റ് കോമ്പാക്ഷൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷനിൽ ഇറ്റ് 310 mm ആയിരുന്നു. ഇവിടുത്തെ കേസിൽ എന്താണ് 450 mm ആണ്. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. പ്രൊസീജിയർ ഏതാണ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നുണ്ട്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട് അറ്റ് ഡിഫറെൻറ്റ് വാട്ടർ കണ്ടൻസ്. എന്നിട്ട് അതിൻ്റെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടെത്തുക. എന്നിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, ഗാമ ഡ്രൈ വേഴ്സസ് വാട്ടർ കണ്ടൻറ്റ്. എന്നിട്ട് നമ്മൾ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റും മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും കണ്ടെത്താം. ഇതാണ് എന്താ കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. വ്യത്യാസം അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ മാത്രമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എത്ര കോമ്പാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് എന്ത്, റിലേറ്റീവ് ഡെൻസിറ്റി ഇൻഡെക്സ്, ID എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, Emax മൈനസ് E ഡിവൈഡഡ് ബൈ Emax മൈനസ് E മിനിമം ഇൻറ്റു 100, അല്ലെങ്കിൽ ഗാമ ഡ്രൈ മാക്സ് മൈനസ് ഗാമ ഡി ഇൻറ്റു ഗാമ ഡ്രൈ മിനിമം ഡിവൈഡ് ബൈ ഗാമ ഡി ഇൻറ്റു ഗാമ ഡ്രൈ മാക്സ് മൈനസ് ഗാമ ഡ്രൈ മിനിമം ഇൻറ്റു 100. ഇതാണ് എന്താ റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 50% ആണെങ്കിൽ വെരി ലൂസ് ഓയിലാണ്, 15 to 35 ആണെങ്കിൽ ലൂസാണ്, 35 to 65 മീഡിയം, 65 to 85 ഡെൻസ്, ഗ്രേറ്റർ ദാൻ 85 എന്ന് പറഞ്ഞാൽ വെരി ഡെൻസ് ആണ്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് എന്താ നമ്മളെ കോമ്പാക്ഷനെ കാണിക്കുന്ന ഒരു ഇൻഡെക്സ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, എന്താണ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക. എന്താണ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക. എന്നിട്ട് അതിൻ്റെ കമ്പാരിസൺ നോക്കിയിട്ട് എന്ത് ചെയ്യുക,
രണ്ട് ടെസ്റ്റുകളെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ രണ്ട് ടെസ്റ്റുകളെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് കോമ്പാക്ഷൻ ടെസ്റ്റ് ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ്. ഇപ്പോൾ രണ്ടിൻ്റെയും സ്പെസിഫിക്കേഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സാധാരണ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ടെസ്റ്റുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം.